വരിക്ക് കൂടെ ചെമ്പരത്തിയാണെന്നും അറിഞ്ഞില്ല. നമ്മളൊക്കെ ഇങ്ങനെയാണ് വെട്ടുന്നത്. അതപ്പോ ഇങ്ങനെ തന്നെ വേണം. അയ്യോ കുരു ചേട്ടാ എന്റെ വേരൊന്നും വരിക്കാ കുഴയാ വരിക്കാം വേരൊന്ന് അവിടെ നിന്ന് പഴുത്ത് ചക്ക നമുക്ക് തിന്നാനുള്ളതല്ല, അതിന്റെ മക്കള് വളർന്നു വരാൻ വേണ്ടി ദൈവമേ കൈ തൊഴാം. ഒരു ചെറിയ തൈ കൊണ്ട് വെച്ചു, ലാവായി വളർന്നു, ധാരാളം ചക്കകൾ കിട്ടി, വളരെ സന്തോഷം. ഇപ്പോ ഈ മഴ നനഞ്ഞതിന്റെ ചെറിയ ഒരു അപാകത കാണുന്നുണ്ട്, അതൊന്നും ഒരു വിഷയമല്ല. എന്നാലും നിറയെ ചുളകളുമായി ചവിണി കുറവാണ്, മധുരമുണ്ട്. മഴയുടെ ഒരു മധുരക്കുറവുണ്ടെങ്കിലും മനസ്സുകൊണ്ടും കണ്ണുകൊണ്ടും തൃപ്തനാണ്. ജീവിതം ധന്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരം കുറവങ്കോണത്ത് നിന്ന് കവടിയാറിലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മഴ ആയതുകൊണ്ട് ഇത്തിരി റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പോലീസുകാർക്കാണ്. അതായത് ട്രാഫിക്കിൻ്റെ പരിപാടികളില്ലാത്ത സ്ഥലത്ത് നാട്ടു റോഡിൽ നിന്ന് അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയെങ്കിലുമൊക്കെ ട്രാഫിക് ജാമില്ലാതെ കഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം കുറവങ്കോണമാണ്. പട്ടം വഴി നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ പറഞ്ഞില്ലേ, പോലീസുകാരൊക്കെ റോഡിൽ നിന്നാണ് ട്രാഫിക്കൊക്കെ നിയന്ത്രിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. വണ്ടി ഓടിക്കുന്നവർക്കും ഉണ്ട്, വണ്ടി നിയന്ത്രിക്കുന്നവർക്കും ഉണ്ട്. ഈ പുറംകോണ ഏരിയ എല്ലാം ഇപ്പോൾ ആഹാരത്തിൻ്റെ ഏരിയ, ഫുഡ് കോർട്ടാണ് റോഡ് വശത്ത്. അതുപോലെ തന്നെ സാൽവേഷൻ ആർമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിനോട് അനുബന്ധിച്ചുള്ള മന്ദിരങ്ങളൊക്കെ ഏതാണ്ട് ഇവിടം വരെ വന്നിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള 100 വർഷങ്ങൾ കൂടിയ സമയം മുതൽ സാൽവേഷൻ ആർമിയുടെ പ്രവർത്തനം ഇവിടെ ഉണ്ട്. അവിടുത്തെ മുഖ്യ ഫോട്ടോഗ്രാഫറായിരുന്നു ഞാൻ. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. എനിക്ക് ബോംബെയിൽ പോകുമ്പോൾ അവരുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനുള്ള അനുവാദം പഴയ കമ്മീഷണറായിരുന്ന മോഹൻ മൻസിംഗ് സാറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അതും നന്ദിയോടുകൂടി ഓർക്കുന്നു. സാൽവേഷൻ ആർമി സ്കൂളുമായിട്ട് വലിയ ബന്ധമാണ്. അതുപോലെ തന്നെ 18 ബ്രാഞ്ചുകളുണ്ട്. അവിടെ നിന്നെല്ലാം ആൾക്കാർ മക്കളെ ഫോട്ടോ എടുക്കാനൊക്കെ കൂടെ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വലതുവശത്ത് സാൽവേഷൻ ആർമി, കവടിയാർ ജംഗ്ഷൻ, നേരെ വിവേകാനന്ദ സ്വാമിയുടെ ഓർമ്മ സ്മാരക മണ്ഡപവും മറ്റുമൊക്കെയാണ്. ഇടതുവശത്താണ് കവടിയാർ കൊട്ടാരം. ഇവിടെ കവടിയാർ കൊട്ടാരം, വിവേകാനന്ദ സ്വാമിയുടെ സ്മാരക പാർക്കാണ് സ്വാമി വിവേകാനന്ദ ഉദ്യാനം എന്നാണ് ആ പാർക്കിൻ്റെ പേരിലെ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. സ്വാമി വിവേകാനന്ദനൊക്കെ ഒരു ഓർമ്മിക്കാനുള്ള ഒരു ഭാഗ്യം ഇവിടെ ഇരുന്ന് കിട്ടുന്നത് നല്ലതാണ്. 1892 സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നത്. ഈ കരകുളത്തും തിരുവനന്തപുരത്തും ഇവിടുന്ന് കന്യാകുമാരിയിലും ഒക്കെ പോയ ചരിത്രം അതൊരു സംഭവ ബഹുലമായിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കവടിയാർ സ്ക്വയറിൽ നിന്നും വെള്ളയമ്പലത്തേക്ക് പോകുന്ന രാജവീതിയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കവടിയാർ മുതൽ വെള്ളയമ്പലം വരെ. നമ്മുടെ മോഹൻലാൽ ഇതിന് കുറച്ച് ഇടതുവശത്തായിട്ടാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട റോഡാണെന്ന് ഈ കവടിയാർ വെള്ളയമ്പലത്തിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എവിടെയോ വായിച്ചതോ ആരെങ്കിലും പറഞ്ഞതോ TV-യിൽ കണ്ടതോ ആണ്. എന്നാലും അത് മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ മഴ കാഴ്ചകളോടുകൂടിയാണ് എൻ്റെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറ എടുക്കുന്നത് ഭാര്യ ആശ രാജൻ. അദ്ദേഹമാണ് ഇന്നത്തെയും ക്യാമറ. ഇന്നലെ വളരെ ഭംഗിയായിട്ട് റോഡ് മഴ എടുത്തു. അത് പോസ്റ്റ് ചെയ്തില്ല. നടുക്കൊരു കുഴി. ഘട്ടം.
നമ്മൾ വെള്ളയമ്പലം